ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്റർ. അപ്പോൾ അതിന്റെ പാർട്ട് 4 വീഡിയോയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വലിയ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ് എന്ന്. അപ്പോൾ മക്കളെ, ഒരു വേവ് അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്, അതുപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡിനൽ വേവ് ഉണ്ട്. ഇനി നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് വേവിന്റെ പ്രത്യേകതകൾ, വേവിന്റെ ക്യാരക്ടറുകൾ, അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ വേവിന്റെ ക്യാരക്ടറിൽ നമുക്ക് ഒന്നാമത് വരുന്ന ഒരു ക്യാരക്ടറാണ് വേവ് ലെങ്ത്. ഓക്കെ, വേവ് ലെങ്ത് എന്നൊരു ക്യാരക്ടർ ഉണ്ട്. എന്താ മക്കളെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ? അതായത് വേവിന്റെ ലെങ്ത് അല്ലെ. വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ വേവിന്റെ ലെങ്ത്, അതായത് വേവുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുക, വേവ് ലെങ്ത് എന്ന് പറയുക. അപ്പൊ നമുക്ക് അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കൂ, വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. അതായത് ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിലുള്ള, അതായത് ഒരുപോലെ വൈബ്രേറ്റ് ചെയ്യുന്ന, ഒരേ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരുപോലെ വൈബ്രേറ്റ് ചെയ്യുന്ന, ഇങ്ങനെ ഒരുപോലെ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുക, വേവ് ലെങ്ത് എന്ന് പറയുക. മനസ്സിലാവാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അതായത് മക്കളെ, ഇവിടെ നിങ്ങൾ ഈ സ്ലൈഡിൽ എന്ത് കാണുന്നുണ്ട്, ഒരു വേവ് കാണുന്നുണ്ട്, ശരിയല്ലേ? അപ്പൊ ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു വേവ് നിങ്ങൾ കാണുന്നുണ്ട്, അതുപോലെ രണ്ടാമത്തെ വേവിന്റെ ഒരു തുടക്കം, അതായത് ക്രസ്റ്റും കാണുന്നുണ്ട് അല്ലെ. ഞാൻ കഴിഞ്ഞ ദിവസം ട്രാൻസ്വേഴ്സ് വേവ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ക്രസ്റ്റും ട്രഫും നമ്മൾ പഠിക്കണമെന്ന് അല്ലെ. എന്താ മക്കളെ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു വേവ് എടുക്കുകയാണെങ്കിൽ മുകളിലേക്കുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയാ, താഴേക്കുള്ള ഭാഗത്തിനെ ട്രഫ് എന്ന് പറയും. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് മനസ്സിലാവാത്തവരൊന്നും ഉണ്ടാവില്ല. സോ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു വേവ് എടുക്കുന്ന സമയത്ത് ഒരു വേവ് ഉണ്ട്, അതുപോലെ അടുത്ത വേവിന്റെ പകുതിയുണ്ട്, ശരിയല്ലേ? അപ്പൊ മക്കളെ, ഇവിടെ നോക്കുന്ന സമയത്ത് ആദ്യത്തെ വേവിന്റെ ക്രസ്റ്റ് എടുത്തു, രണ്ടാമത്തെ വേവിന്റെയും ക്രസ്റ്റ് എടുത്തു. ഓക്കെ, ആദ്യത്തെ വേവിന്റെ ക്രസ്റ്റും രണ്ടാമത്തെ വേവിന്റെയും ക്രസ്റ്റ് എടുത്തു. അപ്പോൾ ഇവിടെ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ വേവിന്റെ ക്രസ്റ്റിന്റെ മുകൾ ഭാഗം എടുത്തു, ദാറ്റ് മീൻസ് ടോപ്പ് പൊസിഷൻ എടുത്തു, അതാണ് എ എന്ന് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ വേവിന്റെയും ടോപ്പ് പൊസിഷൻ എടുത്തു, അതാണ് ഇ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവ രണ്ടും ഏത് വൈബ്രേഷനിലാണ്? സെയിം വൈബ്രേഷനിലാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ആദ്യത്തെ വേവിന്റെ ക്രസ്റ്റും രണ്ടാമത്തെ വേവിന്റെ ക്രസ്റ്റും എന്ത് വൈബ്രേഷനിലാണ്? സെയിം വൈബ്രേഷനിലാണ്, ഒരുപോലെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൽ പറയാൻ പറ്റും, ഈ പറഞ്ഞ എയും ഇയും സെയിം വൈബ്രേഷൻസ് ആണ്, അതുകൊണ്ട് അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പറഞ്ഞ വേവ് ലെങ്ത് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിമ്പല്, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പല് ലാംഡ എന്ന് പറയുന്ന ഒരു സിമ്പലാണ് കേട്ടോ. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പഠിച്ചോളൂ. ലാംഡ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ വേവ് ലെങ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ, ഇവിടെ നോക്കുന്ന സമയത്ത് എ എന്ന പോയിന്റും അതുപോലെ തന്നെ ഇ എന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കും? ഈ പറഞ്ഞ വേവ് ലെങ്ത് അഥവാ ലാംഡ എന്ന് വിളിക്കും. ഓക്കെ, ഇതുപോലെ നമുക്ക് വേറെയും ലാംഡകൾ പറയാം, വേറെയും വേവ് ലെങ്ത്തുകൾ പറയാം. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ആദ്യത്തെ വേവിന്റെ ഫസ്റ്റ് പൊസിഷൻ എടുത്തു, ഓക്കെ, അതായത് ഒ എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. രണ്ടാമത്തെ വേവിന്റെയും ഫസ്റ്റ് പൊസിഷൻ എടുത്തു, അതായത് ഡി എന്ന് പറയുന്ന പോയിന്റ്. ഈ സ്ലൈഡിൽ നിങ്ങൾ നോക്കണേ, എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഒ എന്ന് പറയുന്ന പോയിന്റും ഡി എന്ന് പറയുന്ന പോയിന്റും അവ രണ്ടും എന്താണ്? ഒരു വേവിന്റെ തുടക്കമല്ലേ, തൊട്ടടുത്ത വേവിന്റെ തുടക്കമാണ്. അപ്പൊ ആ തുടങ്ങുന്ന പോയിന്റുകളൊക്കെ എന്തായിരിക്കും? സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഒ എന്ന് പറയുന്ന പോയിന്റും ഡി എന്ന് പറയുന്ന പോയിന്റും സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലാണ്. അതുകൊണ്ട് അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? വേവ് ലെങ്ത് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു വേവ് ലെങ്ത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് മക്കളെ, ആദ്യത്തെ വേവ് എടുത്തു, രണ്ടാമത്തെ വേവിന്റെയും ക്രസ്റ്റ് എടുത്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ടോപ്പ് പൊസിഷനും പറഞ്ഞു, ഏറ്റവും എന്ത് പറഞ്ഞു? ഇനീഷ്യൽ പൊസിഷനും പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇതിൽ എന്ത് പറയാം? ലാസ്റ്റ് പോയിന്റ് പറഞ്ഞൂടെ? അതായത് മക്കളെ, ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ആദ്യത്തെ വേവിന്റെ ക്രസ്റ്റ് എടുത്തു, രണ്ടാമത്തെ വേവിന്റെ ക്രസ്റ്റ് എടുത്തു. ഇതില് അവസാനത്തെ പോയിന്റ് ബി ആണ് അല്ലെ, ശരിയല്ലേ? ഇനി രണ്ടാമത്തെ വേവിന്റെ ക്രസ്റ്റില് അവസാനത്തെ പോയിന്റ് എഫ് ആണ്. അപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റും എഫ് എന്ന് പറയുന്ന പോയിന്റും ഏത് വൈബ്രേഷൻ ആണ്? സെയിം വൈബ്രേഷൻ ആണ്, അല്ലെങ്കിൽ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ആണ്. അപ്പൊ അവ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെടുക്കാനായിട്ട് പറ്റും? ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പഠിച്ചു വെച്ചോളാം. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ സെയിം ഫേസ് ഓഫ് വൈബ്രേഷനുള്ള പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനാണ് എന്ത് പറയുക? വേവ് ലെങ്ത് എന്ന് പറയുക. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വേവ് ഡ്യൂറിംഗ് ദ ടൈം ടേക്കൺ ബൈ ഈച്ച് പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ടു കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. ഒരു വൈബ്രേഷന് എടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുക? വേവ് ലെങ്ത് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ഇങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ 2 കോൺസിക്യൂട്ടീവ് ട്രഫ്
അതായത് തൊട്ടടുത്തുള്ള രണ്ട് ക്രസ്റ്റുകൾക്കിടയിലോ തൊട്ടടുത്തുള്ള രണ്ട് ട്രഫുകൾക്കിടയിലോ ഉള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയും? വേവ് ലെങ്ത് എന്ന് പറയും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വേവ് ലെങ്ത്തിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെ രീതിയിൽ? യെസ്, രണ്ട് ക്രസ്റ്റുകൾക്കിടയിലുള്ളതോ അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾക്കിടയിലോ ഉള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയും? വേവ് ലെങ്ത് എന്ന് പറയും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് ക്രസ്റ്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിന് എന്ത് പറയും? വേവ് ലെങ്ത് എന്ന് പറയും. അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിന് എന്ത് പറയും? വേവ് ലെങ്ത് എന്ന് പറയും. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പുറകിലേക്ക് പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, യെസ്. ഇനി അടുത്തത് മക്കളെ, ഒരു വേവിന്റെ ക്യാരക്ടറാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, സിമ്പിളാ. അതായത് ഒരു വേവ് എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്തു, അതായത് ഒരു വേവ് എത്രത്തോളം ഹൈറ്റിലാണോ പോയത്, അതാണ് അതിന്റെ എന്ത്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് അതിന്റെ എന്ത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വേവ് ഉണ്ടാക്കിയ സമയത്ത് ഈ വേവ് എന്ത് ചെയ്തു? മാക്സിമം ഡിസ്പ്ലേസ് ചെയ്തത് ഏത് പൊസിഷനിലേക്കാണ്? ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന പൊസിഷനിലേക്കാണ്, അല്ലെ? അതായത് ഇതിന്റെ കറക്റ്റ് ആ ഒരു മീഡിയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു നടുഭാഗത്ത് നിന്ന് എന്താണ് സംഭവിച്ചത്? ഏറ്റവും ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചത് ഈ പറഞ്ഞ എ എന്ന് പറയുന്ന പോയിന്റിലേക്കാണ്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചാൽ അത്രയും ദൂരമാണ് എന്ത്? അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, ഈ ഒരു ചിത്രത്തിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് കിട്ടുന്നത്? സ്മോൾ ലെറ്റർ എ അല്ലെ? ഇതേ ആംപ്ലിറ്റ്യൂഡ് തന്നെയായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക, ഈ പറഞ്ഞ ഇ എന്ന് പറയുന്ന പോയിന്റിലേക്കും വന്നിട്ടുണ്ടാവുക. ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നില്ല ഇവിടെ? ഈ ഒരു കേസിൽ കുറയുന്നില്ല. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമ്മൾ മനസ്സിലായി, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എ ആണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നുണ്ടാവുക ഇങ്ങനെയായിരിക്കും, അതായത് ഒരു വേവ് നൽകിയിട്ട് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, പീരീഡ്, ഫ്രീക്വൻസി, അതുപോലെ തന്നെ സ്പീഡ്, അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കാൻ സാധ്യത. ഓക്കെ, സോ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഫിനിഷ് ചെയ്തു. അതിനുശേഷം പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഒരു വൈബ്രേഷൻ എടുക്കുന്ന ടൈമിനെയാണ് എന്ത് പറയുക? ഈ പറഞ്ഞ പീരീഡ് എന്ന് പറയുക. ഇതുപോലെ ഒരു വേവിന് എടുക്കുന്ന സമയത്തിനെയാണ് എന്ത് പറയുക? പീരീഡ് എന്ന് പറയാ. സിമ്പിൾ ആണ്, നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഒരു വേവ് എടുത്ത് നോക്കിയ മക്കളെ, ഇവിടെ ഒരു വേവ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ? അപ്പൊ അതിനെടുത്ത സമയം നിങ്ങൾ നോക്കൂ. അതിനെടുത്ത സമയം 0 മുതൽ എത്ര വരെ എടുത്തു? 1 സെക്കൻഡ് വരെ എടുത്തു. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? ഒരു സെക്കൻഡ് ആണ്. ഓക്കെ, എത്ര സെക്കൻഡ് ആണ്? 1 സെക്കൻഡ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ മനസ്സിലായി, പീരീഡ് എന്ന് പറയുന്നത് തെറ്റിക്കരുത്, സമയമാണ്. സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വൈബ്രേഷൻ എടുത്ത സമയം. ഓക്കെ, ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വേവിന് എടുത്ത സമയം. ഒരു വേവ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ആ ഒരു വേവിന് 0 മുതൽ എത്ര വരെ? 1 വരെ. അതാണ് എന്ത്? ഈ പറഞ്ഞ ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കിപ്പോൾ ടൈം കിട്ടി അല്ലേ? ടൈം എത്ര കിട്ടി? ടൈം 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീക്വൻസി ഈക്വൽ ടു 1/t എന്ന് പറഞ്ഞ ഇക്വേഷൻ ഞാൻ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ മക്കളെ നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ സമയം വരുന്നത്, ഒരു വേവ് എടുത്ത് നോക്കൂ. ഇവിടെ ഒരു വേവിന് എടുക്കുന്ന സമയം എത്രയാണ്? 1 സെക്കൻഡ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ സമയം എത്രയാണെന്ന് കിട്ടി? 1 സെക്കൻഡ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/t അല്ലേ? എന്ന് പറഞ്ഞാൽ ടിക്ക് പകരം ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ 1/1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്താണ്? 1 ആണെന്ന് നമുക്ക് എന്ത് ചെയ്തു? സിമ്പിൾ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? അപ്പൊ അത് ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി വീണ്ടും കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, സോ അടുത്തതിലേക്ക് കടക്കുന്നു. സ്പീഡ് ഓഫ് എ വേവ്. ഓക്കെ, ഒരു വേവിന്റെ സ്പീഡ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഇതൊരു 2 മാർക്കിന്റെ ചോദ്യമൊക്കെയായിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഒരു 2 മാർക്കിന്റെ ചോദ്യം ഇവിടെ നിന്ന് വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ മക്കളെ, സ്പീഡ് ഓഫ് ദ വേവ് എന്ന് പറഞ്ഞാൽ ഒരു വേവ് സഞ്ചരിച്ച സ്പീഡ് അല്ലെ? അതാണ് നമ്മൾ v എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതിനൊരു ഇക്വേഷൻ ഉണ്ട്, v ഈക്വൽ ടു എഫ് ലാംഡ. അതായത് v എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ലാംഡയാണ്. അതായത് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഇൻറ്റു ലാംഡയാണ്. എന്താണ്? ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ. എന്താ മക്കളെ ഫ്രീക്വൻസി? നമ്മളിപ്പോൾ കണ്ടു. എന്താ മക്കളെ ലാംഡ? ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ലെങ്ത് ആണ്. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ എഴുതി വെച്ചോളൂ. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ലെങ്ത് ആണ്. ഓക്കെ, വേവ് ലെങ്ത്. അപ്പൊ ഈ വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി, ഇത് എന്താണ്? ഫ്രീക്വൻസി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്, ഇതാണ് എന്ത്? നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ. ഈ പറഞ്ഞ സ്പീഡ് ഓഫ് ദ വേവ് കാണാനായിട്ട് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്, ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ദാറ്റ് മീൻസ് v ഈക്വൽ ടു എഫ് ലാംഡ. v ഈക്വൽ ടു എഫ് ലാംഡ. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, v ഈക്വൽ ടു എഫ് ലാംഡ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ 2 വേവുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലെ? 1, 2. അതില് ആദ്യത്തെ ചിത്രത്തിലെ വേവ് ലെങ്ത്തും രണ്ടാമത്തെ ചിത്രത്തിലെ വേവ് ലെങ്ത്തും ആണ് വേണ്ടത്.
ഓക്കെ, അപ്പൊ മക്കളെ നമുക്ക് ഇവിടെ നോക്കാലോ. യെസ്, നമുക്ക് ഇവിടെ നോക്കാനായിട്ട് പറ്റും. ഇവിടെ നോക്കുന്ന സമയത്ത് ഞാനിതൊന്ന് സൂം ചെയ്യാണ്. അപ്പൊ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, സോ ആദ്യത്തെ വേവ് എടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ. ഓക്കെ, അപ്പൊ ആദ്യത്തെ വേവ് എടുക്കുന്ന സമയത്ത് ഇത് ഒരു വേവ്, അതുപോലെ അടുത്ത ഒരു വേവ് അല്ലെ. ഇനി ഇവിടെ ആരൊക്കെയാണ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ നോക്കിയാൽ മതി. ഈ സെയിം ഫേസ് ഓഫ് വൈബ്രേഷന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എടുത്താൽ മതി അല്ലെ. അതായത് മക്കളെ ഇവിടെ നോക്കൂ, ഇവിടെ ഈ പറഞ്ഞ ക്രസ്റ്റിന്റെ ടോപ്പ് ഇതാണ് അല്ലെ. അതുപോലെ അടുത്ത വേവിന്റെ ക്രസ്റ്റിന്റെ ടോപ്പ് എവിടെയാണ്? ഈ 5 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. ശരിയല്ലേ? ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എടുത്താൽ മതി. മനസ്സിലായോ? അതായത് മക്കളെ ഒന്നുമില്ലടാ, അതായത് ഇവിടെ എന്തെടുക്കണം? ക്രസ്റ്റ് എടുക്കണം അല്ലെ. 2 വേവ് നമ്മൾ സെലക്ട് ചെയ്തു. തൊട്ടടുത്തുള്ള 2 വേവ് ആയിരിക്കണം. ഈ തൊട്ടടുത്തുള്ള 2 വേവിന്റെ ക്രസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ആദ്യത്തതിന്റെ ക്രസ്റ്റ് നമ്മൾ എടുത്തു, രണ്ടാമത്തതിന്റെയും എന്തെടുത്തു? ക്രസ്റ്റ് എടുത്തു. അതിന്റെ ഇടയിലുള്ള എന്തെടുത്തു? ഡിസ്റ്റൻസ് എടുത്തു. അപ്പൊ ഇവിടെ 5 ആണ്, ഇവിടെ 1 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കാണാൻ എന്താ ചെയ്യേണ്ടത്? യെസ്, എല്ലാവരും പറഞ്ഞു എന്താ ചെയ്യേണ്ടത്? 5 - 1 ചെയ്യണം. ശരിയല്ലേ? യെസ്, 5 - 1. അപ്പൊ നമുക്ക് മനസ്സിലായി 5 - 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടൂടാ? 4 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 4 മീറ്റർ എന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഈ പറഞ്ഞ വേവ് ലെങ്ത് കിട്ടുക. റെഡി? യെസ്, റെഡി ആണോ? റെഡി അല്ലാത്തവർ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, സോ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത വേവ് നൽകിയിട്ടുണ്ട്. ഇവിടെ വലിയ ഒരു വേവാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു വേവ് നമ്മൾ എടുത്തു, അതുപോലെ അടുത്ത വേവ് നമ്മൾ എടുത്തു. അപ്പൊ നമുക്കറിയാം ക്രസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ട്രഫുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ക്രസ്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ക്രസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതൊരു ക്രസ്റ്റ്, അടുത്തൊരു ക്രസ്റ്റ്. ഓക്കെ, യെസ്. അപ്പൊ ഈ ക്രസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ. ക്രസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ക്രസ്റ്റിന്റെ ഈ ഒരു നടുഭാഗത്തുള്ള വാല്യൂ നമുക്ക് നൽകിയിട്ടില്ല. ശരിയല്ലേ? അപ്പൊ നമുക്ക് വേറെ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ എടുക്കേണ്ടി വരും. അതായത് ഞാനിതൊന്ന് ഇറേസ് ചെയ്തിട്ട് കാണിച്ചു തരാം. അതായത് ഇവിടെ ശ്രദ്ധിക്കുക മക്കളെ, ഇവിടെ 0 എന്ന് പറയുന്നത് ഏത് വേവിന്റെ തുടക്കമാണ്? ഈ ഒരു വേവിന്റെ തുടക്കമാണ്. ഓക്കെ, അതുപോലെ അടുത്ത വേവിന്റെ തുടക്കമാണ് ഏത് പോയിന്റ്? ഈ പറഞ്ഞ 2 എന്ന് പറയുന്ന പോയിന്റ്. ശരിയല്ലേ? യെസ്, ശരിയാണ്. അതായത് 2 വേവ്സ് എടുത്തു. ആദ്യത്തെ ഒരു വേവ് എടുത്തു, രണ്ടാമത്തെ വേവ് എടുത്തു. ആദ്യത്തെ വേവിന്റെ തുടക്കം 0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. രണ്ടാമത്തെ വേവിന്റെ തുടക്കം 2 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പോയിന്റും ഞാൻ ഈ കാണിക്കുന്ന പോയിന്റും അതുപോലെ 2 എന്ന് നമ്മൾ കാണിച്ചിട്ടുള്ള പോയിന്റും ഏത് വൈബ്രേഷനിലാണ്? സെയിം വൈബ്രേഷനിലാണ്. അപ്പൊ ഇങ്ങനെ സെയിം വൈബ്രേഷനിലാവുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? വേവ് ലെങ്ത് എന്ന് വിളിച്ചത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് പറയാലോ, 2 - 0 എന്തായിരിക്കും വരിക? 2 - 0 2 എന്നായിരിക്കും വരിക. ഓക്കെ, യെസ്, 2 മീറ്റർ എന്നാണ് ഇവിടുത്തെ എന്ത് കിട്ടുക? ഈ പറഞ്ഞ വേവ് ലെങ്ത് കിട്ടുക. ഓക്കെ, ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ കുറച്ചുകൂടിയും എന്ത് ചെയ്യണം? പുറകിലേക്ക് പോയിട്ട് കാണണം, മനസ്സിലാക്കി എടുക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും ഈ പറഞ്ഞ വേവ് ലെങ്ത്. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് പഠിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇതിന് ശേഷം നമുക്ക് കുറെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ വരും. ഇപ്പൊ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഞാൻ തന്നെ വരുന്നുണ്ടാവും. സോ എന്ത് ചെയ്യുന്നുണ്ടാവും? കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും? ലേണേഴ്സ് ഉറപ്പായിട്ടുണ്ടാവുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, യെസ്. The state of the particle in a wave at a particular time is depicted in figure. ഓക്കെ, ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എന്ത് നൽകിയിട്ടുണ്ട്? ഒരു വേവ് നൽകിയിട്ടുണ്ട്. ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ക്രസ്റ്റ് ആർ ദർ ഇൻ ദ ഫിഗർ? ഈ ഒരു ചിത്രത്തിൽ എത്ര ക്രസ്റ്റ് ഉണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, എത്ര ക്രസ്റ്റ്? ഹൗ മെനി ക്രസ്റ്റ്? എത്ര ക്രസ്റ്റുകൾ ഉണ്ട്? എടാ മക്കളെ, ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം. എന്താ ട്രഫ് എന്ന് പറഞ്ഞാൽ? താഴേക്ക് നിൽക്കുന്ന ഭാഗം. അപ്പൊ ഇവിടെ എത്ര മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം ഉണ്ട്? 1 2 3. അപ്പൊ എത്ര ക്രസ്റ്റ് ഉണ്ട്? 3 ക്രസ്റ്റ് ഉണ്ട്. ഓക്കെ, എത്ര ക്രസ്റ്റ് ഉണ്ട്? 3 ക്രസ്റ്റ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി വയ്ക്കാം 3 ക്രസ്റ്റ്. ഓക്കെ, യെസ്. ഇനി എത്ര ട്രഫുകൾ ഉണ്ടെന്നാണ് ചോദ്യം. എന്താ ട്രഫ് എന്ന് പറഞ്ഞാൽ? താഴേക്ക് നിൽക്കുന്ന ഭാഗം. അപ്പൊ എത്ര താഴേക്ക് നിൽക്കുന്ന ഭാഗം ഉണ്ട്? 1 2 3. അതും എത്ര തന്നെയാണ്? 3 എണ്ണം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ പറയാം എത്ര ട്രഫ്? 3 ട്രഫ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള വേവ് ലെങ്ത് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാ ആൻസറും ഒന്ന് വായിക്കുകയാണ്. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. 2ന്റെ ഉത്തരം 3 തന്നെയാണ്. ഓക്കെ, സോ ഈ വേവ് എടുക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ ശ്രദ്ധിക്കൂ നിങ്ങൾ. അതായത് ആദ്യത്തെ വേവ് എടുത്തു, അതുപോലെ രണ്ടാമത്തെ വേവ് എടുത്തു. അപ്പൊ ഇതിൽ നമുക്കറിയാം ഈ പറഞ്ഞ ടോപ്പ് പോയിന്റിൽ നമുക്ക് നൽകിയിട്ടില്ല അല്ലെ. ടോപ്പ് പോയിന്റ് നമുക്ക് നൽകിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ എടുക്കുക അല്ലെ. ഒരുപോലെ വൈബ്രേറ്റ് ചെയ്യുന്നത് ആരാണോ അവരുടെ ആ പോയിന്റുകൾ എടുക്കുക. അപ്പൊ ആദ്യത്തെ വേവ് എടുക്കുന്ന സമയത്ത് അവന്റെ തുടക്കം എടുത്തു ഞാൻ.
ഓക്കെ, അവന്റെ തുടങ്ങുന്ന പോയിന്റ് എടുത്തു. രണ്ടാമത്തെ വേവ് എടുക്കുമ്പോൾ അവന്റെയും തുടങ്ങുന്ന പോയിന്റ് എടുത്തു. ശ്രദ്ധിക്കണേ നിങ്ങൾ, അതായത് ആദ്യത്തെ വേവ് എടുക്കുന്ന സമയത്ത് തുടങ്ങുന്ന പോയിന്റ് 0 ആണ്, രണ്ടാമത്തെ വേവ് എടുക്കുന്ന സമയത്ത് തുടങ്ങുന്ന പോയിന്റ് 8 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി 8 - 0. മനസ്സിലായോ? 8 - 0 അത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ 8 - 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ വേവ് ലെങ്ത് നമുക്ക് കിട്ടി 8 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 2 വേവ് എടുക്കുക, 2 വേവില് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ എവിടെയാണുള്ളത്? ആ 2 തൊട്ടടുത്തായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഒരിക്കലും അപ്പുറത്തെ ഇപ്പുറത്തെയും ഒന്നാമത്തെ വേവും മൂന്നാമത്തെ വേവും തമ്മിൽ എടുക്കരുത്, ഒന്നാമത്തെയും രണ്ടാമത്തെയും, അല്ലെങ്കിൽ തൊട്ടടുത്തതായിരിക്കണം നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ അത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ ലോങ്ങിറ്റ്യൂഡിനൽ വേവ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 350 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദ എയർ ഈസ് 35 ഹെർട്സ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്, ഒരു ലോങ്ങിറ്റ്യൂഡിനൽ വേവിന്റെ ഫ്രീക്വൻസി നൽകിയിട്ടുണ്ട് 35 ഹെർട്സ് അല്ലെ. അപ്പൊ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 35 ഹെർട്സ്. അതുപോലെ അതിന്റെ സ്പീഡും നൽകിയിട്ടുണ്ട് 350 മീറ്റർ പെർ സെക്കൻഡ്. എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ മക്കൾ എന്താടാ? വി നൽകിയിട്ടുണ്ട് എത്ര? 350 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് ഓഫ് ദിസ് വേവ്? അതായത് നിങ്ങൾക്കറിയാം ലോങ്ങിറ്റ്യൂഡിനൽ വേവിനകത്ത് എന്തൊക്കെ ഉണ്ടാവുക? കംപ്രഷൻസ് ഉണ്ടാവും, റെയർ ഫ്രാക്ഷൻസ് ഉണ്ടാവും. കംപ്രഷൻസ് ഉണ്ടാവും, റെയർ ഫ്രാക്ഷൻസ് ഉണ്ടാവും. ഇത് കഴിഞ്ഞ ക്ലാസ് കാണാത്തവർക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസും ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ലോങ്ങിറ്റ്യൂഡിനൽ വേവിനകത്ത് വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കംപ്രഷന്റെ ഇടയിലോ അല്ലെങ്കിൽ 2 റെയർ ഫ്രാക്ഷന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ ആയിരിക്കും എന്ത് പറയുക? വേവ് ലെങ്ത് എന്ന് പറയുക. അപ്പൊ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 2 തുടർച്ചയായിട്ടുള്ള 2 കംപ്രഷന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് അവർ ഇൻഡയറക്ട്ലി ഈ ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? വേവ് ലെങ്ത് ആണ്. ഓക്കെ, വേവ് ലെങ്ത് അഥവാ ലാംഡയുടെ വാല്യൂ ആണ് ഇവർ ഈ ക്വസ്റ്റ്യനിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? ലാംഡയാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആകെ ഒരു ഇക്വേഷനെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. ഏതാണടാ? യെസ്, V = F ലാംഡ. ശരിയല്ലേ? ഇവിടെ നമുക്ക് ലാംഡയാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ലാംഡയെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് കിട്ടും എന്ത് കിട്ടും? ലാംഡ = V/F എന്ന് കിട്ടും. ഓക്കെ, V/F എന്ന് കിട്ടും. അതെങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നത്? നിങ്ങൾക്കറിയാം V = F ഇൻറ്റു ലാംഡയാണ് അല്ലെ. ഇവിടെ ഇൻറ്റു ലാംഡനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എന്തായി? ഡിവൈഡഡ് ബൈ F ആയിട്ട് മാറി. സോറി, ഇൻറ്റു Fനെ എന്ത് ചെയ്തു? ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഡിവൈഡഡ് ബൈ F ആയിട്ട് മാറി. ഓക്കെ, അതാണ് നമ്മൾ ബേസിക് ആയിട്ട് മാത്സിലൊക്കെ ചെയ്യുന്ന കാര്യമാണ്. സിമ്പിൾ സാധനം. ഓക്കെ, സോ നമുക്ക് കിട്ടി ലാംഡ = V/F എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. വിക്ക് പകരം എന്ത് കൊടുക്കാം? 350 എന്ന് കൊടുക്കാം. അതുപോലെ എഫിന് പകരം എന്ത് കൊടുക്കാം? ഇവിടെ 30 ഞാൻ അടുത്തത് എഴുതാണ്, ഞാൻ കാരണം കാണുന്നുണ്ടാവില്ല അല്ലെ. യെസ്, അപ്പൊ അവിടെ എന്ത് കിട്ടും? 350/35 എന്ന് കിട്ടും. തമ്മിൽ കട്ട് ചെയ്ത് കളയുമ്പോൾ 10 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ വേവ് ലെങ്ത് ഡിസ്റ്റൻസ് ആണല്ലോ, അതുകൊണ്ട് ഇതിന്റെ യൂണിറ്റ് മീറ്ററിന് വരും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് കേട്ടോ. ഓക്കെ, സോ 10 മീറ്റർ എന്നായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. യെസ്, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് റെയർ ഫ്രാക്ഷൻ. എടാ മക്കളെ, കംപ്രഷനുകൾക്ക് ഇടയിലുള്ള എന്ത് കണ്ടുപിടിച്ചു? ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അതാണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞത്. ശരിയല്ലേ? അതായത് കംപ്രഷന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്കിപ്പോൾ 10 കിട്ടിയത്. ഇതുപോലെ തന്നെ റെയർ ഫ്രാക്ഷന്റെ ഇടയിൽ എത്ര തന്നെയായിരിക്കും ഡിസ്റ്റൻസ്? 10 തന്നെയായിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയാം വേവ് ലെങ്ത് ഒരിക്കലും എന്ത് ചെയ്യില്ല? മാറുന്നില്ല അല്ലെ. അതായത് 2 കംപ്രഷന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസും 2 റെയർ ഫ്രാക്ഷന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, സോ രണ്ടാമത്തതിന്റെ ഉത്തരം എന്ത് തന്നെയാണ് വരിക? ഈ പറഞ്ഞ 10 മീറ്റർ തന്നെയാണ് വരിക. ഓക്കെ ആണല്ലോ? യെസ്, സെറ്റാന്ന് വിചാരിക്കുന്നു. യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ സൗണ്ട് വേവ് വിത്ത് എ ഫ്രീക്വൻസി 175 ഹെർട്സ്. ഫ്രീക്വൻസി നൽകിയിട്ടുണ്ട് 175 ഹെർട്സ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഹാസ് എ വേവ് ലെങ്ത് 2 മീറ്റർ. വേവ് ലെങ്ത് 2 മീറ്റർ, അതായത് ലാംഡയുടെ വാല്യൂ നൽകിയിട്ടുണ്ട് 2 മീറ്ററിന്. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ സൗണ്ട്. ഈ ഒരു സൗണ്ടിന്റെ സ്പീഡ്, അതായത് V ആണ് കണ്ടെത്തേണ്ടത്. എടാ സിമ്പിൾ ഇക്വേഷൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. V = F ലാംഡ. V = F ലാംഡ. എഫിന് പകരം 175 ഇൻറ്റു ലാംഡയ്ക്ക് പകരം എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. അപ്പോൾ 175 × 2. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എത്ര പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ആൻസർ കമന്റ് ചെയ്യാൻ പറയുന്നത്. സോ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് പാർട്ട് 4. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പാർട്ട് 4 ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ
ഇതിന് ശേഷം നിങ്ങൾക്ക് പാർട്ട് 5 വരുന്നുണ്ട്, അതുപോലെ തന്നെ പാർട്ട് 6 കൂടി ഉണ്ടാവും. അതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഏത് സബ്ജക്റ്റിൻ്റെയാണ്, അതുപോലെ ഏത് ക്ലാസ്സസ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും എന്ത് ചെയ്യാം, യെസ് നമ്മൾ പറഞ്ഞുതരാൻ റെഡിയാണ്. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം SSLCക്ക് വേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറഞ്ഞ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കൂടി എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു, ബൈ. ഓക്കെ, സോ എല്ലാവരും ആൻസർ കമന്റ് ചെയ്യണേ.